ഹലോ. ഹലോ ആചാരേ. ഞാൻ ഇന്നലെ പറഞ്ഞ അബോക്കാന്റെ കാര്യം നമ്മള് ചെയ്തു കൊടുക്കല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ നല്ല പേരല്ലേ നാട്ടില്. ഞാൻ ഇന്ന് വൈകുന്നേരം ഖത്തറിലേക്ക് പോകും. പിന്നെ ഞാൻ വന്നിട്ടേ നടക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും ഇപ്പൊ നിങ്ങളെ പറ്റി നാട്ടിൽ നല്ല അഭിപ്രായമാണ്. നിങ്ങളെ അണ്ണാച്ചിക്ക് ഡ്രസ്സ് കൊടുത്തില്ലേ? തന്നെ. ഞാനിവിടെ പാർത്ത ഷെഡിലുണ്ട്. ഞാൻ ഡ്രൈവറെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പോരി. ഞാൻ വലിയ എമൗണ്ട് ഒന്നും കരുതിയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എന്നാ വരി. അബിബേ, ഇതെന്താ വരാൻ പറഞ്ഞേ? പിന്നെ ഞാൻ നിങ്ങളെ കാര്യം ആചാര്യോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആചാര്യ നിങ്ങളെപ്പം തന്നെ കൂട്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ പോയാലോ? എന്നാ ആയിക്കോട്ടെടാ, പോയി വെക്ക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആചാര്യ, എന്താണ് ഞാൻ പറഞ്ഞ ആള്? എന്താ പേര്? എൻ്റെ പേര് അബു. ഇവൻ പറഞ്ഞില്ല നിങ്ങളോടെ കാര്യം. ഇപ്പൊ കുറച്ച് ദയനീയാവസ്ഥയിലാണ്. അതൊന്നും സാരമില്ല, ഒക്കെ ശരിയായിക്കോളും. അബോക്ക, നിങ്ങൾ കുറച്ചുകൂടി അടുത്തേക്ക് നിൽക്കുക. പൈസ ഇങ്ങോട്ട് മേടിച്ചൂടി. ഇതാ നമ്മുടെ അബോക്കാനെ വലിയൊരു തുക കൊടുത്ത് അകവഴിഞ്ഞ് സഹായിക്കുന്നു. നിങ്ങൾ ഇത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ മായിനാജിന്റെ യശസ് വാനോളം ഉയരട്ടെ. എന്നായിക്കോട്ടെ, എന്റെ കാറ് തകർന്നു, ഞാൻ പോട്ടെ. അബീബേ, ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. എടാ, ഇതൊക്കെ എടുക്കരുതെന്നുണ്ടെങ്കിൽ ഞാൻ എന്നിപ്പം വരൂല്ല എന്നത് വാങ്ങൂല്ലായിരുന്നു. എടാ, എൻ്റെ മക്കളും മരക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിച്ച ദയവ് ചെയ്ത് ആർക്കും അയച്ചു കൊടുക്കരുത്. മാനം കെടുത്തരുത്. ഹലോ ഗായ്സ്, ഇതാണ് നമ്മളെ ഗുണ്ടൽപ്പാടം. അടുത്ത കൊല്ലം ഇവിടെ ഫുട്ബോൾ മാമാങ്കം അരങ്ങേറുന്നു. നമ്മുടെ മെസ്സിയെ കൊണ്ടുവരാനാണ് തീരുമാനം. എന്താണ് നിങ്ങളെ അഭിപ്രായം പറയൂ. ഡോ, ഈ ആരെ കൊണ്ടിരുന്ന പറയുന്നത്? മെസ്സിനെ. എൻ്റെ ഒരു മെസ്സി, ഈ എന്ത് പരിപാടിയാണ് ചെയ്ത്? ഇന്നലെ ആ അബോക്കാൻ്റെ ഒരു വീഡിയോ എടുത്തുകാണ്ട് അത് തീരെ നാണല്ലേ ചങ്ങായി. ഒരു സാധു മനുഷ്യൻ അയാളുടെ ഇഷ്ടമില്ലായ്മ ഫുള്ള് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു കഷ്ടാണ്. ഇത് നന്നായി ചെയ്യുന്ന ആൾക്കാർ ഈ പറയിപ്പിക്കരുതിട്ടാ. കൊടുക്കുന്നവന് മാത്രമല്ല അഭിമാനമുള്ളത്, അത് വാങ്ങുന്നവൻ്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടാവരുത്. വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ പോലും അറിയരുതെന്നുള്ള തിരുവചനം അപ്രത്യക്ഷമായ ഒരു കാലം.